യുക്യാറ്റ് യൂത്ത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് KCYM തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി ചേർന്നൊരുക്കുന്ന യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അഭിവന്ദ്യമാർ ജോസഫ് പാമ്പളാനി പിതാവിന് ഹൃദ്യമായ സ്വാഗതം. തലശ്ശേരി അതിരൂപതയുടെ ചുറുചുറുക്കുള്ള യുവ നേതൃനിരയാണ് ഇന്ന് പിതാവിനോടൊപ്പം ഇവിടെ ഈ എപ്പിസോഡിലായിരിക്കുന്നത്. നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. രോഗീ ലേപനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. രോഗീ ലേപനത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ച് നമ്മുടെ ചർച്ച നമുക്ക് മുന്നോട്ട് പോകാം. മുളപ്പറ ഇടവകാംഗമായ അഖിലാണ് പിതാവിനോട് ആദ്യത്തെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. അഖിലേ, ചോദിച്ചു. പിതാവേ, സാധാരണ രോഗികളാണല്ലോ രോഗീലേപനം സ്വീകരിക്കാറ്. രോഗികളല്ലാത്തവർ രോഗീലേപനം സ്വീകരിക്കുന്നത് ശരിയാണോ? രോഗീലേപനം രോഗികൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ? അതായത് പനിയില്ലാത്തപ്പം നമ്മൾ പാരസെറ്റമോൾ കഴിക്കണമെന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ രോഗീലേപനം. വാസ്തവത്തിൽ അഖിൽ ചോദിച്ചത് അതിനകത്തൊരു ആഴമുള്ള അർത്ഥമുണ്ട്. അതായത് ചിലപ്പോൾ ഈ മരണകരമായ രോഗാവസ്ഥയിൽ മാത്രമാണോ ഇത് സ്വീകരിക്കേണ്ടത്? അങ്ങനെ ചിലർ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ രോഗീലേപനം നമുക്ക് ദൈവകൃപയെ ഒഴുക്കുന്ന പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഒരു കൂദാശയാണ് വാസ്തവത്തിൽ രോഗീലേപനം. നമ്മൾ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുന്നത് എപ്പോഴാണ്? നമ്മളിൽ പാപം ഉണ്ട് എന്നും കൃപയുടെ നഷ്ടം സംഭവിച്ചു എന്നും നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കും. അതേസമയം വിശുദ്ധ കുർബാന എന്ന കൂദാശ നമുക്ക് ഏതൊരവസ്ഥയിലും സ്വീകരിക്കാവുന്ന കൂദാശയാണ്. രോഗീലേപനത്തെക്കുറിച്ച് പറയുന്നത് അത് അതേസമയം ചില കൂദാശകൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം മാമോദീസ, സ്ഥൈര്യലേപനം ഒരിക്കൽ മാത്രമേ സ്വീകരിക്കൂ. പൗരോഹിത്യം ഒരിക്കൽ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. വിവാഹം, ജീവിത പങ്കാളി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറ്റിയല്ല. മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതേതെങ്കിലും വിധത്തിൽ അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ടാലോ വീണ്ടും വിവാഹം കഴിക്കും. അതായത് എല്ലാ കൂദാശകൾക്കും സഭ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപോലെയല്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞു. രോഗീലേപനം എന്ന കൂദാശ പ്രഥമ ദൃഷ്ടിയ അത് രോഗാവസ്ഥയിൽ സ്വീകരിക്കുന്ന കൂദാശയാണ്. സഭ ഇതിനെ ഹീലിംഗ് സാക്രമെൻസിൻ്റെ ഗണത്തിലാണ് പെടുത്തുക. നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന കൂദാശയായി നമ്മൾ മനസ്സിലാക്കുന്നത് കുമ്പസാരം എന്ന കൂദാശ, ശരീരത്തെ സുഖപ്പെടുത്തുന്ന കൂദാശയായി മനസ്സിലാക്കുന്നത് രോഗീലേപനത്തെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപത്തിലൂടെ കൃപാനഷ്ടം സംഭവിച്ചു എന്ന തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് രോഗമുണ്ട് എന്ന തിരിച്ചറിവിൽ നമുക്ക് രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കും. സാധാരണഗതിയിൽ ഇതേക്കുറിച്ച് പറയുന്നത് 6 മാസത്തിലൊരിക്കൽ ആണ് ഇത്. ഈ രോഗാവസ്ഥ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ദിവസം ഈ പനി വന്നു കൂടി രോഗീലേപനം സ്വീകരിച്ചു, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പനി വന്നു കൂടി രോഗീലേപനം സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. സാധാരണഗതിയിലുള്ള ഒരു ധാരണ ഒരു 6 മാസം വരെയും കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഇത് സ്വീകരിക്കാറുള്ളൂ. അതേസമയം രോഗിക്ക് അത് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ സമയബന്ധമില്ലാതെ തന്നെ രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് രോഗീലേപനം രോഗികൾക്കുള്ളതാണ്. ശാരീരിക രോഗാവസ്ഥകളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാകാം. അതല്ല എങ്കിൽ മരണകരമായൊരു രോഗം വരുമ്പോൾ നിത്യതയിലേക്കുള്ള യാത്രയിൽ
ദൈവകൃപയുടെ അകമ്പടി ഉറപ്പുവരുത്താനുള്ള കൂദാശയായിട്ട് നമുക്ക് രോഗീലേപനത്തെ മനസ്സിലാക്കാം. പിതാവേ, അങ്ങനെയെങ്കിൽ നമ്മളോട് ഒരു സാധാരണ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ആളുടെ വിശ്വാസവും ബോധ്യം അനുസരിച്ച് രോഗീലേപനം നൽകണം എന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ കൊടുക്കണോ? ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായും രോഗീലേപനം ആവശ്യപ്പെടാൻ രോഗിക്ക് അവൻ്റെ വിശ്വാസം വഴി അവകാശമുണ്ട്. അത് നൽകാൻ അജപാലകർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി സാൻജോസ് ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറാണ്. സാൻജോസ് ചോദിച്ചോ. പിതാവേ, മരണാസന്നമായ രോഗികൾക്ക് വേണ്ടി മാത്രമാണോ അതോ ഏത് രോഗികൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശയാണോ രോഗിലേപനം? സാൻജോസ് എന്നാ ചെയ്യുന്നത്? ഞാൻ ഇൻ്റഗ്രേറ്റഡ് എംകോം കോഴ്സ് പഠിക്കുക. എന്ത് കോഴ്സാ? ഇൻ്റഗ്രേറ്റഡ് എംകോം. ഇൻ്റഗ്രേറ്റഡ് എംകോം കോഴ്സ് അല്ലേ? ഓക്കെ. സാൻജോസിൻ്റെ ചോദ്യം, ഈ മരണകരമായ അവസ്ഥയിൽ മാത്രമാണോ രോഗീലേപനം സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. അതായത് രോഗാവസ്ഥയിൽ ഒരാൾക്ക് സ്വീകരിക്കാവുന്ന കൂദാശയാണ് രോഗീലേപനം. ഏതു രോഗമാണ് മരണകാരണമായത് അല്ലാത്തത് എന്ന് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റിയാണ് അല്ലേ? ഇന്ന രോഗം, ചിലപ്പം വെറുതെ പനി വന്നൊരു മനുഷ്യൻ വൈകുന്നേരം ആകുമ്പോൾ മരിച്ചു പോകുന്നതാണ് അല്ലേ? പുലി പോലെ നടന്നിരുന്നൊരു ചെറുപ്പക്കാരനാണ്, നിപ്പി കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നു, കാർഡിയാക് അറസ്റ്റാണ്. അപ്പോൾ ഈ മരണകാരണമായ രോഗം എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമായ ഒരു വിലയിരുത്തലാണ്. അതുകൊണ്ടാണ് എല്ലാ രോഗാവസ്ഥയിലും നമുക്ക് രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാൻ അവകാശമുണ്ട്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയകൾക്ക് വിധേയമാകുമ്പോൾ രോഗീലേപനം സ്വീകരിക്കുന്ന പതിവുണ്ട്. പണ്ടുകാലത്ത് ദുർഘടമായ യാത്രകൾക്ക് പോകുമ്പോൾ മനുഷ്യർ രോഗീലേപനം സ്വീകരിക്കുന്ന പതിവുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അമേരിക്കയിലെ വല്യച്ഛന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനവിടെ ജോലി ചെയ്യുന്ന കാലത്ത്. ആ കാലത്ത് അറ്റ്ലാന്റിക്കിൻ്റെ മുകളിലൂടെയുള്ള യാത്ര വളരെ അപകടം പിടിച്ച യാത്രയാണ്. അപ്പോൾ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കൊക്കെ പറക്കുന്ന വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ചില വിശ്വാസികൾ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുമായിരുന്നു. കാരണം എന്താണെന്ന്, അപകടം പിടിച്ചൊരു യാത്രയാണ്. മരിക്കുന്നതിന് മുമ്പ്, ഇനി അഥവാ മരിച്ചു പോയാൽ, ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായി ആൾ മരിച്ചു പോയാൽ നിത്യജീവൻ ഉറപ്പുവരുത്താൻ വേണ്ടി അവരപ്രകാരം മുൻകരുതലുകൾ എടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതാണെങ്കിലും ഇതൊക്കെയും ഒരു വ്യക്തിയുടെ നിത്യജീവനെക്കുറിച്ചുള്ള താല്പര്യത്തെ, നിത്യജീവനുള്ള വിശ്വാസം, ആ നിത്യജീവൻ നേടിയെടുക്കണം എന്നുള്ള ബോധ്യം, അതാണ് വാസ്തവത്തിൽ രോഗീലേപനം എന്ന കൂദാശയുടെ പിന്നിലുള്ള പ്രചോദനം എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി രോഗീലേപനം എന്ന കൂദാശയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അത് ആ വ്യക്തിയുടെ നിത്യജീവനുള്ള വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് മനസ്സിലാക്കുകയും അതിനാൽ തന്നെ ആവശ്യം അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഈ ചിലരുടെയൊക്കെ ഈ മരണം സംഭവിച്ച ഉടനെ നമ്മൾ ചിലപ്പോൾ എത്തുമ്പോഴേക്കും ഓൾറെഡി മരണം സംഭവിച്ചിട്ട് കാണും. പക്ഷെ എന്നാലും ആ കൂദാശ പരികർമ്മം ചെയ്യുമ്പം അതിൻ്റെ ഫലം ഉണ്ടായിട്ട് പറയുന്നതായി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായും മരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ രോഗീലേപനം എന്ന കൂദാശ നിർവഹിക്കാവുന്നതാണ് എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണത്തിൻ്റെ സ്ഥിരീകരണം, ഇപ്പോൾ ബ്രെയിൻ ഡെത്താണ് വാസ്തവത്തിൽ മരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ട് വൈദ്യശാസ്ത്രം പറയും. ആ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞ് അതേസമയം മറ്റ് അവയവങ്ങൾ പ്രവർത്തനക്ഷമമായിരിക്കുന്ന അവസ്ഥയുണ്ടാകും കുറച്ച് സമയത്തേക്കൂടെ. ആ സമയത്ത് ആ വ്യക്തിയുടെ ജീവൻ പൂർണ്ണമായും ആ വ്യക്തിയിൽ നിന്ന് നിഷ്ക്രമിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ ആ വ്യക്തിക്ക് ഈ രോഗീലേപനമെന്ന കൂദാശ നൽകുന്നു. അതായത് ഈ തൈലം പൂശി അവരുടെ നെറ്റിയെ, കണ്ണുകളെ, ചുണ്ടിനെ, കൈകളെ, കാലുകളെ വിശുദ്ധീകരിക്കുന്ന ആ ഒരു കൗദാശിക പ്രക്രിയ നടത്തുന്നത് അനുവദനീയമാണ് എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുക. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് പാടില്ല. ഒരു അരമണിക്കൂർ വരെയുള്ള
സമയത്തെയാണ് പൊതുധാരണയായിട്ട് ഈ ഒരു കൂദാശയുടെ പരികർമ്മത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. രോഗിലേപനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടത്? അതേപോലെ ഇപ്പം ഏകദേശം എല്ലാ കൂദാശകളും നമ്മൾ ദേവാലയത്തിൽ വെച്ചാണല്ലോ കൊടുക്കാറ്. ഈ രോഗിലേപനം നമ്മൾ എവിടെ വെച്ചാണ് കൊടുക്കുക? യെസ്, രോഗീലേപനം എന്ന കൂദാശയുടെ പ്രത്യേകത അത് ദേവാലയത്തിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അസാധ്യമായ കാര്യമാണ്. കാരണം രോഗശയ്യയിലായി ശയ്യാവലംബിയായ ഒരു വ്യക്തിക്കാണ് വാസ്തവത്തിൽ നമ്മൾ സാധാരണഗതിയിൽ രോഗീലേപനം എന്ന കൂദാശ കൊടുക്കും. അത് ചിലപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കയറി നമ്മൾ ഇത് കൊടുക്കേണ്ട സാഹചര്യം വരും. വേറെ ചിലപ്പോൾ വീട്ടിലായിരിക്കും, മറ്റേതെങ്കിലും പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ വെച്ചായിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ രോഗീലേപനത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും വാസ്തവത്തിൽ അതിനുവേണ്ടി വികാരിച്ചൻ അല്ലെങ്കിൽ വരുന്ന വൈദികൻ്റെ കൈവശം അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. അത് വൈദികൻ ധരിക്കേണ്ട പ്രത്യേക വേഷമുണ്ട്. മിനിമം ഒരു ഊറാറ സ്റ്റോൾ ധരിച്ചുകൊണ്ടാണ് ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നത്. അതിന് ഒരു ക്രൂശിത രൂപം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ട് എങ്കിൽ പരിശുദ്ധ കുർബാന കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ രോഗിക്ക് കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ മറ്റ് വ്യക്തികളെല്ലാം മാറി ആ വ്യക്തി കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുകയും ആ വ്യക്തിക്ക് കുമ്പസാരിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ മാത്രം ഒരു ചെറിയ മേശ ക്രമീകരിക്കുക, അതിലൊരു വെള്ളത്തുണി വിരിക്കുക, 2 തിരി കത്തിച്ച് വയ്ക്കുക, ഒരു ക്രൂശിത രൂപം വയ്ക്കുക. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യും. വീടുകളിലൊക്കെ നമ്മൾ സമയം നിശ്ചയിച്ച് രോഗീലേപനത്തിന് അച്ഛനെ വിളിച്ചു വരുത്തുമ്പോൾ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റും. അതേസമയം അടിയന്തരമായൊരു ICUവിൽ കയറി ചെല്ലുമ്പോൾ അവിടെ മേശയെടുത്തിടാനോ തുണി വിരിക്കാനോ തിരി കത്തിക്കാനോ ഒന്നും പറ്റിയാൽ അത്തരം സന്ദർഭങ്ങളിൽ അതിന് യോജിച്ച ഒരുക്കങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ, ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം, ഒരു സ്പൂണ് ഒക്കെ കരുതി വയ്ക്കുന്നു. കാരണം രോഗിക്ക് പരിശുദ്ധ കുർബാന ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ വെള്ളം നമ്മൾ സ്പൂണിൽ കോരി കൊടുത്താണ് പരിശുദ്ധ കുർബാന ഇറക്കുന്ന സാഹചര്യം ക്രമീകരിക്കുന്നത്. അപ്രകാരമുള്ള ചില മുൻകരുതലുകളും കൂടി നമുക്ക് രോഗീലേപനം എന്ന കൂദാശയുടെ പരികർമ്മത്തിന് ആവശ്യമാണ്. രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ വൈദികർക്കോ മെത്രാന്മാർക്കോ മാത്രമേ അവകാശമുള്ളൂ. കാരണം അത് ഈശോ എന്ന വ്യക്തിയുടെ നാമത്തിലും തിരുസഭയുടെ നാമത്തിലും ഇൻ പെർസോണ ക്രിസ്തി ഇൻ പെർസോണ എക്ലേസിയ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അതായത് ഈശോയുടെ സ്ഥാനത്ത് നിന്നും തിരുസഭയുടെ സ്ഥാനത്ത് നിന്നും നിർവഹിക്കേണ്ട കൂദാശകളിൽ പെട്ടതാണ് രോഗീലേപനം. അതുകൊണ്ട് തന്നെ രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ വൈദികർക്കേ അവകാശമുള്ളൂ. രോഗികൾക്ക് കുമ്പസരിക്കാനുള്ള അവസരം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ കുമ്പസരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അതിന് സാധിക്കാത്ത ചില വ്യക്തികളുണ്ടാവുമായിരിക്കുമല്ലോ. ഇപ്പം നല്ലോണം വയ്യാതെ കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ ആ രോഗികൾക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വളരെ നല്ല ചോദ്യമാണത്. ഒരു രോഗിക്ക് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തിൽ ഈ ശ്വസിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റിയാൽ അത്തരം സന്ദർഭങ്ങളിൽ സഭ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയപൂർവമായ അനുതാപത്തെ മനസ്സിലാക്കിക്കൊണ്ട് വൈദികൻ ഒരു പാപമോചനത്തിൻ്റെ ആശീർവാദം നൽകും. പഴയകാല ഭാഷയിൽ അടച്ചൊപ്രശുമ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇതുവരെയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തിരിച്ചറിവിൻ്റെ കാലം മുതൽ ഇന്നോളം ആ വ്യക്തിയിൽ സംഭവിച്ച ഏതെങ്കിലും പാപങ്ങൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറയാതെ ശേഷിക്കുന്നുണ്ട് എങ്കിൽ അവയും കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷമുള്ള പാപങ്ങളും പൂർണ്ണമായും മോചിക്കുവാൻ സഭ ആ വൈദികന് അധികാരം കൊടുത്തിട്ടുണ്ട്.
ആ സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള പാപവിമോചനത്തിൻ്റെ ആശീർവാദം നൽകാൻ സഭയിൽ അതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവസാന നിമിഷം മിണ്ടാൻ മേലാണ്ട് പോയാൽ എന്തു ചെയ്യും എന്നോർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. തിരുസഭാ മാതാവ് വളരെ കരുണയോടെ കരുതലോടെ ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കരുതി വച്ചിട്ടുണ്ട്. ഈ രോഗലേപനം എന്ന കൂദാശ ഇത് സ്വീകരിക്കുന്ന വ്യക്തികളിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? യെസ്, സോന എന്ത് ചെയ്യുന്നു? സോന ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സോന ടീച്ചർ പഠിപ്പിക്കുന്നു ക്ലാസ്സിൽ. അത് കുട്ടികളിൽ എങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്? ഓരോരുത്തരും അത് ഏത് രീതിയിൽ ഏത് മനോഭാവത്തോടെ സ്വീകരിക്കുന്നു. ക്ലാസ്സിൽ തലയും കുത്തി മറിഞ്ഞ് ഉഴപ്പാ നടക്കുന്നവനും ക്ലാസ്സിൽ കയറാത്തവനും അതിൻ്റെ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ക്ലാസ്സിൻ്റെ ഫലം കിട്ടിയാൽ എന്നതുപോലെയാണ് നമ്മൾ എത്രമാത്രം ഒരുക്കത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്നേഹത്തോടെ ഈ കൂദാശ സ്വീകരിക്കുന്നു, അതിന് ആനുപാതികമായ ഫലമാണ് കിട്ടുക. 2 തരത്തിലുള്ള ഫലമാണ് രോഗീലേപനം എന്ന കൂദാശയ്ക്കുള്ളതായി നമ്മൾ തിരുസഭയിൽ നിന്ന് പഠിക്കുന്നത്. ഒന്ന്, രോഗശാന്തി ആണ് ദൈവം ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മുടെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തെ ത്വരിതപ്പെടുത്തുന്നതിനുള്ള കൃപാവരം വാസ്തവത്തിൽ ഈ രോഗീലേപനം എന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഒരാൾ രോഗീലേപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ച് തിരികെ വരുന്നതാണ്. മരിക്കാറായി എന്നെല്ലാവരും വിധി എഴുതി, പക്ഷെ രോഗീലേപനം കഴിഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്നതാണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം രോഗീലേപനം എന്ന കൂദാശയ്ക്ക് രോഗിയെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. കാരണം സൗഖ്യദായകനായ ഈശോയുടെ വരപ്രസാദമാണ് ഈ കൂദാശയിലൂടെ അവർക്ക് നൽകിയിരിക്കുന്നത്. ഈ കൂദാശയിലൂടെ അവർ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് രോഗമുള്ളതിനെ സുഖപ്പെടുത്താൻ കഴിവുള്ള ആത്മാവാണ്. പരിശുദ്ധാത്മാവിന് തളർന്നതിനെ ശക്തിപ്പെടുത്താൻ കഴിവുണ്ട്. പരിശുദ്ധാത്മാവിന് തണുത്തുപോയതിനെ ചൂടുള്ളതാക്കാൻ, വാടിപ്പോയതിനെ വീണ്ടും ഉണർവുള്ളതാക്കാൻ കഴിവുള്ള ആത്മാവാണ്. അതുകൊണ്ട് സൗഖ്യത്തിൻ്റെ അനുഗ്രഹം ഈ രോഗീലേപനത്തിൻ്റെ ഒരു ഫലമാണ്. മറ്റൊരു ഫലം, മരണാസന്നനായൊരു രോഗിയാണിത് സ്വീകരിക്കുന്നത് എങ്കിൽ ആ വ്യക്തി നിത്യതയിലേക്കുള്ള യാത്രയിൽ, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് മരണത്തിനപ്പുറത്ത്. ആ യാത്രയിൽ ആ വ്യക്തിക്ക് ഏറ്റവും വലിയ കൃപ പ്രദാനം ചെയ്യാൻ ഈ കൂദാശയിലൂടെ കഴിയുന്നു. കാരണം പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിക്കുന്നു. പൂർണ്ണമായ പാപവിമോചനത്തിലൂടെ പാപമില്ലാത്ത ആത്മാവിൻ്റെ അനുഗ്രഹം ആ വ്യക്തിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ മൂറോൻ കൂദാശ ചെയ്യപ്പെട്ട തൈലത്തിലൂടെ ശരീരത്തെ മുഴുവനും അഭിഷേകം ചെയ്തു. ആത്മാവും ശരീരവും ഒരുപോലെ കൃപാദായകമായ ദൈവ സാന്നിധ്യ ദർശനത്തിന് ഒരുക്കപ്പെട്ടു എന്നുള്ളതിനാൽ ഈ കൂദാശ അനുഗ്രഹപ്രദമാണ്. അത് നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് സഹായകമാണ് താൻ. പിതാവ് പറഞ്ഞല്ലോ, രോഗിലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ വൈദികന് മാത്രമേ അവകാശമുള്ളെന്ന്. ഒരു അടിയന്തരമായ സാഹചര്യമാണെങ്കിൽ, അതായത് ഒരു വൈദികന്റെ സാമീപ്യം ലഭ്യമാകാത്തൊരവസരമാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധിയുണ്ടോ? ഒന്നാമതായി കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട്, രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ വൈദികനെ മാത്രമേ അവകാശമുള്ളൂ. തിരുപ്പട്ടം സ്വീകരിച്ച ഒരാൾക്കേ അവകാശമുള്ളൂ. ഇപ്പം വിശുദ്ധ കുർബാന ചെല്ലാൻ വേറെ ആരെയും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് കപ്പിയാരി കയറി കുർബാന ചെല്ലിയാൽ എങ്ങനെയിരിക്കും? അത് അസാധ്യം, അത് നടക്കുക. അല്ലെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പറയും, ഞാൻ ഇത്രയും കാലം വേദപാഠമൊക്കെ പഠിപ്പിച്ചല്ലോ, ഞാൻ കുർബാന ചെല്ലിയേക്കാം എന്ന് പറഞ്ഞ് നടക്കുമോ? ആ കാരണം എന്താണ്? ചില കൂദാശകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോ എന്ന വ്യക്തി
വ്യക്തിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, തിരുസഭയാകുന്ന അമ്മയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മൾ പരികർമ്മം ചെയ്യുന്ന കൂദാശകളാണ്. ഇപ്പൊ കുമ്പസാരം എന്ന കൂദാശ വൈദികന്റെ അടുക്കൽ മാത്രമേ കുമ്പസാരത്തിന് പോയിട്ട് കാര്യമുള്ളൂ. വേറെ ആരുടെയെങ്കിലും അടുത്ത് കുമ്പസാരിച്ചാലുള്ള കുഴപ്പം അത് പിറ്റേ ദിവസം നാട്ടിൽ മുഴുവൻ പാട്ടാകും എന്നല്ലാതെ വേറെ ഗുണമൊന്നും കൊണ്ട് കിട്ടിയത്. കുമ്പസാരം എന്ന കൂദാശ, അതുപോലെ തന്നെ രോഗീലേപനം എന്ന കൂദാശ, അതുപോലെ തന്നെ തിരുപ്പട്ടം കൊടുക്കാൻ, അത് മെത്രാന് മാത്രം ചെയ്യാവുന്ന കാര്യമായിട്ടാണ് സഭ ആ കൂദാശയുടെ പരികർമ്മത്തെ നിജപ്പെടുത്തിയിരിക്കുന്നത്. മെത്രാനിസിനെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരു 5-6 അച്ഛന്മാർ ചേർന്ന് ഒരു ചെമ്മാശൻ്റെ തലയിൽ കൈവച്ചാൽ പട്ടം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരാളെ മെത്രാനായി വാഴിക്കണമെങ്കിൽ കത്തോലിക്ക സഭയുടെ നിയമം എന്ന് പറയുന്നത് സഭയോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തുന്ന 3 മെത്രാന്മാർ ചേർന്ന് മാത്രമേ മറ്റൊരാൾക്ക് മെത്രാൻ പട്ടം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഒരാൾക്ക് മെത്രാൻ പട്ടം കൊടുക്കാൻ പറ്റിയാൽ 3 മെത്രാന്മാർ ചേർന്നെങ്കിൽ മാത്രമേ മെത്രാൻ പട്ടം കൊടുക്കാൻ പറ്റൂ. അതായത് ഓരോ കൂദാശകളുടെയും പരികർമ്മത്തിന് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ സഭ പറയുന്നു. അതേസമയം അടിയന്തര സാഹചര്യങ്ങളിൽ എന്താണ് മാമോദീസ എന്ന കൂദാശ, അത് ഏത് വിശ്വാസിക്കും കൊടുക്കാം, വിശ്വാസം ഇല്ലാത്തയാൾക്കും കൊടുക്കാം. ഇപ്പോൾ ഒരു അന്യമതസ്ഥന് വേണമെങ്കിലും ആ ഫോർമുല പറഞ്ഞു കൊടുത്തു. ഒരാൾക്ക് വെള്ളം എടുത്ത് ഒഴിക്കാൻ ആരോഗ്യമില്ല, അതേസമയം അതേ ശുശ്രൂഷിക്കുന്ന നേഴ്സിനോട് പറയാം, ഇന്ന വാചകം പറഞ്ഞുകൊണ്ട് നീ ആ കൊച്ചിൻ്റെ തലയിൽ വെള്ളം ഒഴിക്കണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. അത്രയും പറഞ്ഞ് വേറൊരു അന്യമതസ്ഥരായ വ്യക്തി ഒഴിച്ചതാണെങ്കിൽ പോലും അത് മാമോദീസ ആയിട്ട്, സാധുവായ മാമോദീസ. അതുകൊണ്ട് നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമായ കൂദാശകളിൽ സഭ ഈ ഒരു ഇളവ് അനുവദിക്കുന്നുണ്ട്. അതേസമയം ഈ രോഗീലേപനം എന്ന കൂദാശ അത് വൈദികരെ കിട്ടാനില്ല. അപ്പം എന്ത് ചെയ്യണം? അൽമായർ ഉടനെ കയറി ആ കൂദാശ പരികർമ്മം ചെയ്യല്ല ചെയ്യേണ്ടത്, ആ രോഗിയെ പ്രാർത്ഥിച്ചൊരുക്കുക, ആത്മന ഈ കൂദാശ സ്വീകരിക്കുക. ഒരു കൂദാശ നേരിട്ട് വൈദികനിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റാത്ത വരുമ്പോൾ അത് ആത്മന ഈ രോഗീലേപനം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ആ വ്യക്തിയുടെ ആത്മാവിനെ ഒരുക്കുക. വിവിധങ്ങളായ പ്രാർത്ഥനകൾ ചൊല്ലി ഒരു ദൈവാനുഭവത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. ഈശോ മറിയം യൗസേപ്പെ എനിക്ക് കൂട്ടായിരിക്കണേ, അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുത്താണ് പണ്ട് നമ്മുടെ കാർന്നവന്മാർ മരിക്കാൻ ഒരു വ്യക്തിയെ ഒരുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉള്ള ഒരുക്കങ്ങൾ നടത്താവുന്നതാണ്. ഇനിയും വേറൊരു പ്രൊവിഷൻ കൂടി സഭ നിർദ്ദേശിക്കുന്നത്, കത്തോലിക്കരായ സാധുവായ കത്തോലിക്ക വൈദികരെ, സാധു എന്ന് പറഞ്ഞാൽ പാവങ്ങളായെന്നുള്ള അർത്ഥത്തിലല്ല, ഈ നിയമാനുസൃതം അംഗീകരിക്കപ്പെട്ട യോഗ്യതയുള്ള കത്തോലിക്ക വൈദികരെ കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ കത്തോലിക്ക സഭയുമായി കൗദാശിക ധാരണയുള്ള സഭകളിലെ വൈദികരെ കിട്ടുമെങ്കിൽ അവരെ ഉപയോഗിച്ച് നേക്ക് രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിലാണെങ്കിൽ നമ്മുടെ ഈ അപ്പസ്തോലിക സഭകൾ, അതായത് യാക്കോബായ സഭ വിഭാഗങ്ങൾ, ഓർത്തഡോക്സ് സഭ, അപ്രകാരമുള്ള സഭാവിഭാഗങ്ങളെ നമുക്ക് അത് കൗദാശികമായി കത്തോലിക്ക സഭയുമായി ധാരണയുള്ള സഭകളിൽ നിന്ന് നമുക്ക് അത്തരം വൈദികരെ ലഭ്യമാണെങ്കിൽ അവരുടെ സഹായവും നമുക്ക് തേടാവുന്നതാണ് എന്ന് കത്തോലിക്ക സഭ നിർദ്ദേശിക്കുന്നുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും കൂദാശ പരികർമ്മം ചെയ്യുന്നത് ഫലദായകമല്ല എന്നാണ് സത്യം. രോഗീലേപനം എന്ന കൂദാശയുടെ വ്യത്യസ്തമായ മാനങ്ങളിലൂടെ നമ്മൾ അഭിവന്ധ്യ ജോസഫ് പാമ്പ്ളാനി പിതാവിനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. അല്ലേ, നമുക്കൊരു പുതിയ കുറേ അറിവുകൾ എല്ലാവർക്കും ലഭിച്ചില്ലേ? നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പിതാവ് വളരെ സാധാരണമായ ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമുക്ക് തരുന്നു. ഈ എപ്പിസോഡ് വളരെ ഫലദായകമായിരുന്നു. അഭിവന്ധ്യ പിതാവെ, പിതാവിൻ്റെ ഞങ്ങളോടുള്ള സൗഹാർദ്ദപൂർണമായ ഉത്തരങ്ങൾക്ക് ഏവരുടെയും പേരിൽ നന്ദി. നിങ്ങളും പിതാവിനോട് വളരെ കാലിക പ്രസക്തിയുള്ള
നമ്മുടെ ചിന്തകളിലും ബോധ്യങ്ങളിലും ഒക്കെ വരുന്ന നല്ല ചോദ്യങ്ങൾ നല്ല തുറവിയോടെ ചോദിക്കുന്നു. നിങ്ങൾക്കും എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി. കൂടുതൽ ചിന്തോദ്ദീപകമായ ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം.